മടവൂരാരാ പടച്ചോനാണോ എന്ന് പറയുന്ന ഒരു പാട്ട്. അതെ 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 മടവൂരാണ് ഞങ്ങളെ പടച്ചോൻ അറിയണേ, ഞങ്ങളെ പടച്ചോൻ അറിയണേ. ഓ അല്ലാ മടവൂരേ, ഓ അല്ലാ മടവൂരേ. വലിയ വിവാദമായ പാട്ടാണത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു മുസ്ലിയാർ സംസാരിക്കുന്ന ഒരു സംസാരം. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ കേട്ടാറല്ലേ മൂമിനികളെ, എത്ര ഡേഞ്ചർ പലക്കായിട്ട് ആ മനുഷ്യ പാട്ടിൽ പാടിയത്, എത്രമാത്രം അബദ്ധമുള്ള, എത്രമാത്രം ഒരു ഡേഞ്ചർ ഗെത്തുപാട്ട് ഒരു പലക്ക, ആ പലക്ക ചൊന്നവൾ ആ ടൈമിൽ കാഫിറായി പോയാ. എത്രമാത്രം ഡേഞ്ചറാണ് അദ്ദേഹത്തിന്റെ ആ ഒരു പാട്ട് എന്നാണ്, എത്രമാത്രം അപകടം പിടിച്ചതാണ് ആ പാട്ട് എന്നാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ കാഫിറായി പോകില്ലേ എന്നൊക്കെയാണ് അദ്ദേഹം ചോദിച്ചു നോക്കുന്നത്. അത് വളരെ ശരിയുമാണ്. ഇത്തരത്തിലുള്ള കുഫ്രൻ വാദങ്ങൾ ഉന്നയിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ കാഫിറാകാൻ സാധ്യതയുണ്ട്. പക്ഷെ നമ്മൾ ആരെയും കാഫിറാക്കാനോ മുശ്രിക്കാക്കാനോ അല്ല ഈ സംസാരിക്കുന്നത്. അത്രമാത്രം അപകടം അതിന്റെ പിന്നിലുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. CM മടവൂരിനെ പടച്ചോനാണെന്ന് പറയുന്നത് അപകടം പിടിച്ചതാണ് എന്നാണ് അദ്ദേഹം ഇതുവരെ പറഞ്ഞു വെച്ചതിന്റെ ആകത്തുക. ഇനി നമുക്ക് ചോദിക്കാനുള്ളത്, ഇവിടെ ഈ പാട്ടുപാടിയ മുസ്ലിയാർ വാദിക്കുകയാണ് എന്ത്, CM മടവൂര് അള്ളാഹു കൊടുത്ത കഴിവ് കൊണ്ട് പടച്ചോനാണ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിൽ തെറ്റ്? സമസ്തയുടെ വാദപ്രകാരമാണ് കേട്ടോ. സമസ്തക്കാർ സാധാരണ പറയാറുള്ളത്, മരിച്ചുപോയ മഹാന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് അള്ളാഹു അവർക്ക് കൊടുത്ത കഴിവുകൊണ്ട് സഹായിക്കും എന്ന വിശ്വാസത്തോടെയാണ്. എന്തൊക്കെയാണ് ഈ കൊടുത്ത കഴിവ്? നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന സീൻസ് മെനഡിയാണ്. അതിലെന്താണ് പറഞ്ഞിട്ടുള്ളത്? ഇഷ്ടദാസന്റെ കണ്ണും കാതും കയ്യും കാലും ഞാനാകുമെന്ന് അള്ളാഹു ഖുദ്സിയായ ഹദീസിലൂടെ പറഞ്ഞത് നേരത്തെ നാം മനസ്സിലാക്കിയിട്ടുണ്ട്. അള്ളാഹു കേൾക്കുന്നത് പോലെ കേൾക്കുകയും കാണുകയും പ്രവർത്തിക്കുകയും ചെയ്യുക എന്നാണ് ഇതിന്റെ വിവക്ഷ എന്ന് പണ്ഡിതന്മാർ വിവരിച്ചിട്ടുണ്ട്. ഇത് സമസ്തയുടെ ആളുകൾ ഇന്നും പറഞ്ഞു വെക്കുന്ന ഒരു വാദമാണ്. UK മജീദ് മുസ്ലിയാരിൽ നമുക്കത് കേൾക്കാം. എന്നെ വിളിപ്പോർപ്പ് വായുകൂണ ഉത്തീരം ചെയ്യുന്നാനെന്നോവർ എത്ര ദൂരത്ത് വെച്ച് വിളിച്ചാലും അള്ളാഹുവിന് കേൾക്കാൻ കഴിയും. ഏത് നിലക്കുള്ള സഹായം വേണമെങ്കിലും അള്ളാഹുവിന് എത്തിക്കാൻ കഴിയുമെങ്കിൽ ആ ഒരു റഹ്മാനിയത്തിന്റെ കഴിവ് നേടിയ ഔസുല്ലാഹ് തങ്ങൾക്ക്, അതേ റഹ്മാനിയത്തിന്റെ പവർ നേടിയ ശൈഖുന മടവൂർ ഓർക്ക് കഴിയുകയാണ്, ഖാജാ തങ്ങൾക്ക് കഴിയുകയാണ്, മഹാന്മാർക്ക് കഴിയുകയാണ്. സഹോദരങ്ങളെ, ഈ രീതിയിലാണ് വാദിച്ചത്. എന്നാലോ മഹാന്മാരുടെ ഈ പറയുന്ന കഴിവുകൾക്കൊന്നും പരിധിയില്ല എന്നാ പറയുന്നത്. ഈ നിലക്ക് പരിധിയില്ലാത്ത പവർ മഹാനവറുകൾ നേടി. അൽഹംദുലില്ലാഹ്, ലാ ഹദ്ദ എന്നല്ലേ എന്നൊക്കെ UK മജീദ് മുസ്ലിയാർ തന്നെ പറയുന്നു. തീർന്നില്ല, പടച്ചവനാണ് എന്ന് തോന്നിപ്പോകുന്നു എന്ന് പറയുന്നു. ഇങ്ങനൊക്കെ എല്ലാത്തിനും കാണാനും കേൾക്കാനും അറിയാനും മാത്രമല്ല പടച്ചവന്റെ തന്നെയാണ്, പടച്ചവൻ തന്നെയാണോ എന്ന് തോന്നിപ്പോകുന്ന അത്രയും വലിയ പവർ അള്ളാഹുവിലേക്ക് ഈ സാധനം. ഇവിടെ തീർന്നോ? ഇല്ല, മറ്റൊരു മുസ്ലിയാർ കൂടി പറയുന്നു. എന്താണ്? അനല്ലാ എന്ന് CM മടവൂര് പറഞ്ഞിട്ടുണ്ട്. അവരുണ്ട് അണ്ടോണയിൽ മഹാനായ ശൈഖുനയുമായി ബന്ധപ്പെട്ട സംഭവം. അനല്ലാ എന്ന് തന്നെ ശൈഖുന പറഞ്ഞ സംഭവം ഉണ്ടായി. അനല്ലാ എന്ന് തന്നെ ശൈഖുന പറഞ്ഞ സംഭവം ഉണ്ടായി. സഹോദരങ്ങളെ, എത്രമാത്രം അപകടം പിടിച്ച വാദങ്ങളാണ് ഉന്നയിക്കുന്നത്. CM മടവൂര് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണല്ലോ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. CM മടവൂരിന് അള്ളാഹു കൊടുത്ത കഴിവാണ് എന്ന് പറഞ്ഞിട്ടാണല്ലോ ഇതൊക്കെ പറയുന്നത്. അങ്ങനെ പരിശോധിച്ച് കഴിഞ്ഞാൽ കൃത്യമായി നമുക്ക് ബോധ്യപ്പെടും, പടച്ചറബിന്റെ അതേ സ്ഥാനത്തേക്ക് CM മടവൂരിനെ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുകയാണ്. പല മഹാന്മാരെയും അങ്ങനെ ആ രീതിയിൽ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുകയാണ്. ഈ സഹോദരൻ മുസ്ലിയാർ പറഞ്ഞത് ഇങ്ങനെ ഒരു വാദം ഉന്നയിച്ചാൽ അവൻ കാഫിറാകും എന്നാണ്. അങ്ങനെയാണ് എങ്കിൽ സമസ്തയുടെ മുസ്ലിയാക്കന്മാർ പറഞ്ഞ വാദം എങ്ങനെ ശരിയാണ്? ഗൗരവത്തോടെ നാം മനസ്സിലാക്കുക.